അസ്സലാമു അലൈക്കും. നമ്മൾ നേരത്തെ ഫസ്ല് നിർബന്ധമായിട്ടുള്ള 3 സന്ദർഭങ്ങൾ പറഞ്ഞു അല്ലേ? യജിബു അൽ ഫസ്ലു ബൈനൽ ജുംലത്തൈനി ഫി സലാസത്തി മവാലിഅ, 3 സ്ഥലങ്ങളിൽ ഫസ്ല് നിർബന്ധമാണെന്ന് പറഞ്ഞു. അതിലൊന്ന് ഇത്തിഹാദുൻ താമ്മുണ്ടെങ്കിൽ, കമാലുൽ അല്ലേ, കമാലുൽ ഇത്തിസാൽ. രണ്ടാമത്തത് തബായുനുൻ താമ്, പൂർണ്ണമായിട്ട് വിയോജിക്കുകയാണെങ്കിൽ അല്ലേ, കമാലുൽ ഇൻകിത്ത എന്ന് പറയും. മൂന്നാമത്തത് ഷിബുഹു കമാലുൽ ഇത്തിസാൽ, ഒരേപോലെ ഒരു എന്താ പറയുക, ഒരു ഷിബുഹു കമാലുൽ ഇത്തിസാൽ, ഒരേപോലെ തോന്നിക്കും. അതായത് ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം പറയുന്ന പോലെ ആയിരിക്കും ബാക്കിയുള്ള ജുംല അല്ലേ. ആ രീതിയിലാകുമ്പോൾ ഷിബുഹു കമാലുൽ ഇത്തിസാൽ ആയിരിക്കും. കാല സലാമുൻ അല്ലേ, കാലു സലാമൻ കാല സലാമുൻ. ഇബ്രാഹിം നബിയോട് മലക്കുകൾ വന്നിട്ട് കാലു സലാമൻ, സലാം പറഞ്ഞു. അപ്പോൾ ഇബ്രാഹിം നബി മടക്കിയോ? അങ്ങനെ ഒരു ചോദ്യം അവിടെ ബാക്കിയുണ്ട്. കാല സലാമുൻ, അപ്പോൾ ഇബ്രാഹിം നബിയും മടക്കി. ഈ രീതിയിൽ ഉള്ള ജുംലകളെ ആണ് ഫസ്ല് ചെയ്യേണ്ടത്. അതായത് അവിടെ വാവ് പ്രയോഗിക്കാൻ പാടില്ല. എന്നാൽ യജിബുൽ വസ്ലു ബൈനൽ ജുംലത്തൈനി ഫി സലാസത്തി മവാലിഅ, 3 സ്ഥലങ്ങളിൽ വസ്ല് ചെയ്യൽ നിർബന്ധമാണ്. വസ്ൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണത്? ഐ യർബിത്ത ബൈനൽ ജുംലത്തൈനി ബിൽ വാവി, 2 ജുംലകളെ വാവ് കൊണ്ട് യോജിപ്പിക്കുന്നതാണ് വസ്ല് എന്ന് പറയുന്നത്. അതിലൊന്നാമത്തത് ഇതാ കുസിദ ഇഷ്റാഖുഹുമ ഫിൽ ഹുക്മിൽ ഇഅറാബി. ശരിക്കും ശ്രദ്ധിച്ചോളെ, ഈ വസ്ലും ഫസ്ലും തമ്മിൽ മാറിപ്പോകരുത്. ഇതാ കുസിദ ഇഷ്റാഖുഹുമ ഫിൽ ഹുക്മിൽ ഇഅറാബി, 2 ജുംലകളെയും ഹുക്മിൽ ചേർക്കുമ്പോൾ, ഇതാ കുസിദ ഉദ്ദേശിക്കുമ്പോൾ, ഇഷ്റാഖുഹുമ ചേർക്കൽ ഉദ്ദേശിക്കുമ്പോൾ, 2നെയും ജോയിൻ ചെയ്ത് പറയുമ്പോൾ, ഫിൽ ഹുക്മിൽ, ഹുക്ം എന്ന് പറഞ്ഞാൽ അതിൽ പറഞ്ഞ കാര്യത്തിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് യദ്റുസു സെയ്ദുൻ, സെയ്ദ് പഠിക്കുന്നു. വയഹ്ഫദുൽ ഖുർആന, അവൻ ഖുർആനും മനഃപ്പാഠമാക്കുന്നു. വയക്തുബു തമാരീന, അയാൾ ആക്ടിവിറ്റീസും ചെയ്യുന്നു. ഇവിടെ ചേർത്ത് പറയാണ്, സെയ്ദിൻ്റെ ആക്ടിവിറ്റിയിലേക്ക് ചേർത്ത് പറയാണ് അല്ലേ. യദ്റുസു സെയ്ദുൻ വയഹ്ഫദുൽ ഖുർആന വയക്തുബു തമാരീന, ഇങ്ങനെ ചേർത്ത് പറയുമ്പം അവിടെ വസ്ല് നിർബന്ധമാണ്, വാവ് വെച്ച് പറയൽ നിർബന്ധമാണ്. ഓക്കെ. ഇപ്പോൾ ചേർത്ത് പറയുമ്പോൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅ്ബുദു, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയും ചെയ്യുന്നു. അപ്പം അള്ളാഹുവിലേക്ക് ഇസ്തിആനത്തും ചേർത്ത് പറയുന്നു, ഇബാദത്തും ചേർത്ത് പറയുന്നു. അത്തരം സന്ദർഭങ്ങളിൽ വസ്ല് നിർബന്ധമാണ്. ഇനി ഇദത്തഫഖ ഖബറൻ ഔ ഇൻഷാഅൻ വകാനത് ബൈനഹുമാ മുനാസബത്തുൻ താമ്മത്തുൻ, ഖബറും ഇൻഷാവുമായിട്ട് ഒത്തുവരുന്നു. അതായത് ആദ്യത്തെ ജുംലയും ഖബർ, രണ്ടാമത്തെ ജുംലയും ഖബർ, അല്ലെങ്കിൽ ആദ്യത്തെ ജുംലയും ഇൻഷാ, രണ്ടാമത്തെ ജുംലയും ഇൻഷാ. വകാനത്ത് ബൈനഹുമാ മുനാസബത്തുൻ താമ്മ, അത് രണ്ടും തമ്മിൽ നല്ല ബന്ധമുണ്ട്. മുനാസബത്തുൻ താമ്മ, നല്ല ബന്ധമുണ്ട്, പൂർണ്ണമായിട്ട് യോജിക്കുകയും ചെയ്യുന്നു. വലം യക്കുൻ ഹുനാക്ക സബബുൻ യഖ്തലി അൽ ഫസ്ല ബൈനഹുമ, അവർക്ക് ആ രണ്ട് ജുംലക്ക് ഇടയിൽ വേർതിരിക്കേണ്ട ഒരു പോയിൻറ്റും ഇല്ല. അത്ര സന്ദർഭങ്ങളിൽ നമ്മൾ വസ്ല് ചെയ്താൽ പറയാം, ഇന്നൽ അബ്റാറ ലഫീ നഈം, തീർച്ചയായും പുണ്യവാളന്മാർ അനുഗ്രഹത്തിലാണ്. വൈന്നൽ ഫുജ്ജാറ ലഫീ ജഹീം, കണ്ടോ, രണ്ടും ഖബറാണ്. ഇന്നൽ അബ്റാറ ലഫീ നഈം ഖബറാണ്, വ ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം ഖബറാണ്. അത് രണ്ടും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട് അല്ലേ. എന്താ ബന്ധം? ആദ്യം അബ്റാറിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ഫുജ്ജാറിനെ കുറിച്ച് പറഞ്ഞു. ബൈനഹുമ മുനാസബത്തുൻ താമ്മത്തുൻ. അങ്ങനെയാകുമ്പോൾ അത് വസ്ല് ചേർത്താണ് പറയേണ്ടത്. എന്നാൽ ഇൻഷ ആയിട്ടും 2 സെൻറ്റൻസും വരും. ഉദാഹരണം, വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക, നിൻ്റെ കൈ നീ പിശുക്ക് കാണിക്കരുത്. വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്ത്, നീ പൂർണ്ണമായിട്ടും ചെലവഴിച്ച് തീർക്കുകയും ചെയ്യരുത്. കണ്ടോ, അപ്പം രണ്ടും നഹിയാണ്, രണ്ടും ഇൻഷ ആണ്. അതേപോലെ രണ്ടും തമ്മിൽ നല്ല ബന്ധമുണ്ട് അല്ലേ. മുനാസബത്തുൻ താമ്മത്താണ്. ഒന്ന് ചെലവഴിച്ച് പിശുക്ക് കാണിക്കരുത്, ശേഷം പറയുന്നത് നീ ചെലവഴിച്ച് തീർക്കുകയും ചെയ്യരുത്.
ഈ രീതിയിൽ നല്ല മുനാസബത്ത് ഉണ്ടാകുമ്പോൾ അവിടെ വാവ് ചേർത്ത് പറയണം. അപ്പോൾ നമ്മൾ ഫസിലിൻ്റെ സന്ദർഭത്തിൽ പറഞ്ഞത് പിന്നെ കമാലുൽ ഇത്തിസാൽ പറയുന്നുണ്ട്. കമാലുൽ ഇത്തിസാൽ അല്ലേ, പിന്നെ പൂർണ്ണമായിട്ട് ബന്ധം ഉണ്ടാവാം. അവിടെ ഉദ്ദേശിച്ചത് ആദ്യം പറഞ്ഞ ജുംലയുടെ തഅ്കീദായിട്ട് ശേഷം പറയുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇന്നമാൽ ഒസ്രി യുസ്രൻ, ഇന്നമാൽ ഒസ്രി യുസ്രൻ, അവിടെ തഅ്കീദാണ്, ഒരേ ജുംല തന്നെ ആവർത്തിക്കുക ചെയ്യുന്നത്. അമദ്ദക്കും ബിമാ തഅമലു തഅലമൂൻ, അമദ്ദക്കും ബി അൻആമിൻ വ ബനീൻ, ഇവിടെ ബിമാ തഅലമൂൻ എന്നുള്ളതിൻ്റെ ശറഹായിക്കൊണ്ടാണ്, ബയാനായിക്കൊണ്ടാണ് അമദ്ദക്കും ബി അൻആമിൻ വ ബനീൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ വാവിൻ്റെ ആവശ്യമില്ല. യസൂമൂനക്കും സൂ അൽ അദാബ്, നിങ്ങളെ വേദനയേറിയ ശിക്ഷ അനുഭവിപ്പിക്കുന്നു. അപ്പോൾ എന്താണ് ആ വേദനയേറിയ ശിക്ഷ? യുദബ്ബിഹൂന അബ്നാഅക്കും വയസ്തഹ്യൂന നിസാഅക്കും, ഈ ആയത്തിലും ആദ്യത്തതിൻ്റെ ബയാനായിട്ടാണ് രണ്ടാമത്തെ പറയുന്നത്. അപ്പോൾ അവിടെ വാവ് ആവശ്യമില്ല. എന്നാൽ ആദ്യം ഒരു സെൻറ്റൻസ് പറയുന്നു, വീണ്ടും ഒരു സെൻറ്റൻസ് പറയുന്നു, അത് രണ്ടും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ടെങ്കിൽ അതിൻ്റെ ബയാൻ എന്ന രൂപത്തിലല്ല, അതിൻ്റെ ബദൽ എന്ന രൂപത്തിലല്ല, അതിൻ്റെ തഅ്കീദ് എന്നുള്ള രൂപത്തിലുമല്ല, മറിച്ച് അതിൻ്റെ പൂർണ്ണമായിട്ട് ഭയങ്കര ബന്ധമുള്ള പരസ്പരം കണക്ഷനുള്ള സെൻറ്റൻസ് എന്ന രൂപത്തിലാവുമ്പം അവിടെ വാവ് ചേർക്കണം. അതാണ് ഇന്നൽ അബ്റാറ ലഫി നഈം വ ഇന്നൽ ഫുജ്ജാറ ലഫി ജഹീം എന്ന് പറഞ്ഞത് അതിൻ്റെ ഉദാഹരണമാണ്. ഇനി മൂന്നാമത്തത് ഇദഖ്തലഫ ഖബറൻ വ ഇൻഷാഅൻ വ ഔഹമൽ ഫസ്ലു ഖിലാഫൽ മഖ്സൂദി. അപ്പം ഒന്ന് ഖബർ മറ്റൊന്ന് ഇൻഷാ, അങ്ങനെ വരിക. നമ്മൾ നേരത്തെ പറഞ്ഞ തബായുനുൻ താമുൻ എന്ന് പറഞ്ഞില്ലേ അല്ലേ, കമാലുൽ ഇൻകിത്താ, അതേപോലെ വരിക. ഇദഖ്തലഫ ഖബറൻ വ ഇൻഷാഅൻ, ഖബറും ഇൻഷാവും മാറി മാറി വരിക. ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാളോട് ചോദിക്കുകയാണ്, പിന്നെ ഹൽ ഷുഫിയ അഹൂക്ക, ഹൽ ഷുഫിയ അഹൂക്ക, നിൻ്റെ സഹോദരൻ്റെ രോഗം മാറിയോ? അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നു രണ്ട് സെൻറ്റൻസ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇല്ല, അതൊരു സെൻറ്റൻസ്, ഷഫാഹുല്ല മറ്റൊരു സെൻറ്റൻസ് അല്ലേ. ആ ല എന്നുള്ളത് ല എന്ന് പറഞ്ഞ അർത്ഥം മാറിയിട്ടില്ല എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അത് ഇൻഷ ആണ്. ല ഷഫാഹുല്ല എന്നുള്ളതൊരു പിന്നെ ഖബറാണ്. ഇങ്ങനെ ഖബറും ഇൻഷാവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക. അപ്പോൾ അത്തരം സന്ദർഭങ്ങൾ വ ഔഹമൽ ഫസ്ലു ഖിലാഫൽ മഖ്സൂദി, ഇവിടെ പിന്നെ ഫസിൽ ചെയ്താൽ വാവ് വെച്ച് പറഞ്ഞില്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് അർത്ഥം വരും. ഉദാഹരണം നോക്ക്, ലാ ഷഫാഹുല്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് അള്ളാഹു ശിഫ ചെയ്യാതിരിക്കട്ടെ അല്ലേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ കടയിൽ പോയിട്ട് ഒരു സാധനം ഉണ്ടോയെന്ന് ചോദിച്ചു അല്ലേ, ഈ സാധനം ഇവിടെ ഉണ്ടോയെന്ന്. അപ്പോൾ കച്ചവടക്കാരൻ പറഞ്ഞു ലാ യർഹമുക്കല്ലാ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ലാ യർഹമുക്കല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹു നിനക്ക് റഹ്മത്ത് ചെയ്യാതിരിക്കട്ടെ എന്നുള്ളൊരു ആശയം കൂടെ അതിൽ നിന്ന് വരുന്നത് കൊണ്ട് അവിടെ വാവ് ചെയ്ത് പറയൽ നിർബന്ധമാണ്. ലാ വ യർഹമുക്കല്ലാ അല്ലേ. നമ്മൾ പിന്നെ നോ താങ്ക്സ് എന്ന് ഇംഗ്ലീഷ് പറയുന്നില്ലേ, അപ്പോൾ അറബിയിൽ പറയുമ്പോൾ നോ താങ്ക്സ് എന്ന് ഇംഗ്ലീഷ് പറയുമ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. അറബി പറയുമ്പം ലാ ജസാക്കല്ലാ എന്ന് പറയുമ്പം ലാ വ ജസാക്കല്ലാഹു ഖൈറൻ എന്ന് വാവ് ചേർത്ത് പറയണം. ഇല്ലെങ്കിൽ അങ്ങനെ ഇല്ലാതിരിക്കട്ടെ എന്നുള്ളൊരു അർത്ഥം അതിന് വരും അല്ലേ. ലാ ഷഫാഹുല്ല, പിന്നെ രോഗം മാറാതിരിക്കട്ടെ. ലാ ജസാക്കല്ലാ, നിനക്ക് അല്ലാഹു ജസാ ചെയ്യാതിരിക്കട്ടെ. അങ്ങനെ അർത്ഥം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത്തരം സന്ദർഭങ്ങളിൽ വാവ് വെച്ച് പറയും. അപ്പോൾ മൂന്നാമത്തത് വാവ് വെക്കുന്ന രൂപം നേരെ ഓപ്പോസിറ്റ് അർത്ഥമാകും എന്ന് തോന്നുന്ന സ്ഥലത്തിൽ ഒരു വാവ് വെച്ച് രണ്ട് ജുംലയെയും ചേർത്ത് പറയേണ്ടതാണ്, വസ്ൽ ചെയ്ത് പറയേണ്ടതാണ്. ഇപ്പോൾ ഇതിൽ കൊടുത്ത ഉദാഹരണങ്ങൾ നോക്ക്. ഒന്നാമത്തത് മവാലിയുൽ വസ്ലി. ഒന്ന് വഹുബുൽ ഐഷ് അഅബദ കുല്ല ഹുരീൻ. ഹുബുൽ ഐഷ് എന്ന് പറഞ്ഞാൽ ജീവിതത്തോടുള്ള ആഗ്രഹം. അഅബദ കുല്ല ഹുരീൻ, സ്വാതന്ത്ര്യമുള്ള എല്ലാ മനുഷ്യരെയും അടിമയാക്കി കളഞ്ഞിരിക്കുന്നു. ദുനിയാവിനോടുള്ള സ്നേഹം മനുഷ്യന്മാരെ അടിമയാക്കി കളഞ്ഞിരിക്കുന്നു. വ അല്ലമ സാഹിബൻ അഖിലൽ മുറാരി. സാഹിബ് എന്ന് പറഞ്ഞാൽ ഫക്കീർ എന്നാണ് ഇവിടെ അർത്ഥം അല്ലേ. ഒന്ന് സാഹിബ് മാനാഹു അസാഹിബ് അൽ ജായ, വിശക്കുന്നവൻ. വിശക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഫക്കീർ. മുറാർ എന്ന് പറഞ്ഞാൽ ഷജറു മുറിൻ, പിന്നെ ഒരു കയ്പുള്ള പിന്നെ പഴം. അപ്പം വിശക്കുന്നവന് കയ്പുള്ള പഴത്തിൻ്റെ രുചിയും പഠിപ്പിച്ചു. അപ്പോൾ നോക്കൂ, രണ്ട് സ്വതന്ത്രമായ സെൻറ്റൻസുകൾ അല്ലേ, രണ്ട് സെൻറ്റൻസുകൾ. എന്താ ഒന്നാമത്തെ സെൻറ്റൻസ് എന്താ? പിന്നെ
സ്വാതന്ത്ര്യമുള്ളവനെ അടിമയാക്കി കളയുന്നു ഇവിടെയുള്ള ജീവിതത്തോടുള്ള താല്പര്യം. മറ്റൊന്ന് ഫക്കീറായ മനുഷ്യനെ ഏറ്റവും കയ്പുള്ള വസ്തു വരെ തിന്നുന്നവനാക്കുന്നു ഇവിടെയുള്ള ജീവിതം. അപ്പോൾ ഹുബ്ബുൽ ആയിഷിലേക്ക് ചേർത്താണ് രണ്ടും പറഞ്ഞത്. ഹുബ്ബുൽ ആയിഷി അഅബദ കുല്ല ഹുരിൻ വ ഹുബ്ബുൽ ആയിഷി അല്ലമ സായിഗൻ അക്ലൽ മുറാരി. അല്ലേ, ജീവിതത്തോടുള്ള താല്പര്യം കൊണ്ടല്ലേ ഈ ഫക്കീർ കയ്പുള്ള വസ്തു വരെ തിന്നേണ്ട അവസ്ഥ വരുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ അൽ ഇസ്റാഖു ഫിൽ ഹുക്കുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഹുബ്ബുൽ ആയിഷ് എന്ന ഹുക്കുമിലേക്ക് എന്നതിലേക്ക് ചേർത്ത് ഓരോ ഹുക്കുമുകൾ ഇങ്ങനെ പറഞ്ഞു പോവാണ്. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഇദത്തഫഖത്തിൽ ജുംലത്തുൽ ഊല മഅ സാനിയ ഫിൽ ഖബരി വൽ ഇൻഷായി വകാന ബൈനഹുമ ഒന്നാമത്തത് ഇസ്റാഖു ഫിൽ ഹുക്കും, അതാണ് അൽ ഇസ്റാഖു ഫിൽ ഹുക്കും എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഇത് വരിക. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഒന്നാമത്തെ എന്താ, ഇത് അഖുസിദ ഇസ്റാഖുഹുമ ഫിൽ ഹുക്കുമി എന്നുള്ളതാണ്. രണ്ടാമത്തെ ഉദാഹരണം നോക്കൂ. ലിസിരി മിന്നി മൗദിഉൻ ലാ യനാലുഹു നദീമുൻ വലാ യുഫ്ലി ഇലൈഹി ശറാബു. ലിസിരി മിന്നി മൗദിഉൻ ലാ യനാലുഹു. ലിസിരി രഹസ്യത്തിന്, മിന്നി എൻ്റെ അടുക്കൽ, മൗദിൻ ഒരു സ്ഥാനമുണ്ട്, ലാ യനാലുഹു നദീമുൻ ഒരു നദീം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ജലീസ് എന്നുള്ള അർത്ഥമാണ്. രാത്രിയിൽ മദ്യപിക്കുമ്പോഴൊക്കെ കൂടെ കൂടിയിരുന്ന് മദ്യപിക്കുന്നവൻ ഉണ്ടോ, അൻ നദീം അൽ ജലീസ് അല ഷറാബ്. അപ്പം നമ്മളോടല്ല നിങ്ങളോടൊപ്പം അല്ല, മദ്യപിക്കുന്നവരോടൊപ്പം. വലിസിരി മിന്നി മൗദിഉൻ ലാ യനാലുഹു നദീമുൻ, മദ്യപിക്കുന്നവരോടൊപ്പം ഇരുന്ന് സൗഹൃദം പങ്കിടുന്നവന് പോലും എൻ്റെ രഹസ്യം മനസ്സിലാക്കാൻ കഴിയില്ല, ഞാൻ ആരോടും ആ രഹസ്യം പറയില്ല എന്നർത്ഥം. ലിസിരി മിന്നി മൗദിഉൻ ലാ യനാലുഹു നദീമുൻ വലാ യുഫ്ലി ഇലൈഹി ഷറാബുൻ. അഫ്ല ഇല എന്നാണ് അർത്ഥം. അഫ്ല ഇല എന്ന് പറഞ്ഞാൽ അർത്ഥം എൻതഹി എന്നാണ്. എൻതഹി മീൻസ് യസിലു, എത്തിച്ചേരുക. അപ്പം എൻതഹി ഇലൈഹി ഷറാബ് വലാ എൻതഹി ഇലൈഹി ഷറാബുൻ, ഒരു മദ്യത്തിൻ്റെ അടുക്കലും എൻ്റെ രഹസ്യം എത്തൂല എന്ന് പറഞ്ഞാൽ ഒരു കള്ള് കുടിച്ചാലും ഞാൻ എൻ്റെ രഹസ്യം പുറത്ത് പറയൂല എന്നർത്ഥം. ഇന്നഹു കതൂമുസ് ലിസിർ, അവൻ അങ്ങേയറ്റം രഹസ്യം മറച്ചു വെക്കുന്നവനാണ്. യലഉഹു ഹൈസു ലാ യത്തലിഉ അലൈഹി നദീമുൻ, ഒരു സുഹൃത്തിനും ആ രഹസ്യത്തിലേക്ക് എത്തി നോക്കാൻ കഴിയില്ല. വലാ യക്ഷിഫ് അൻഹു ഷറാബുൻ, ഒരു മദ്യത്തിനും ആ രഹസ്യത്തെ വെളിപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ഒരു സുഹൃത്തിനും എത്തിച്ചേരാൻ കഴിയില്ല എന്ന ഒരു ഹുക്കും ആദ്യം പറഞ്ഞു, ഒരു മദ്യത്തിനും അതിനെ വെളിപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള ഒരു ഹുക്കും രണ്ടാമത് പറഞ്ഞു. അപ്പോൾ ഒരു ഹുക്കുമിലേക്ക് മറ്റൊരു ഹുക്കും ചേർക്കുകയാണ്. ഇവിടെയും ഇഷ്റാഖുൽ ഹുക്കുമാണ്. അടുത്ത നോക്ക്. യുഷമ്മിറു ലില്ലുജ്ജി അൻ സാഖിഹി വയഗ്മുറുഹുൽ മൗജു ഫിസ് സാഹിലി. ഷമ്മറ യുഷമ്മിറു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുട്ടുവരെ മുണ്ട് മടക്കി ഉടുക്കുന്നതിന് ഷമ്മറ എന്ന് പറയും, അല്ലെങ്കിൽ കൈമുട്ടുവരെ കുപ്പായം കയറ്റി വെക്കുന്നതിന്, അതായത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുക എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ യുഷമ്മിറു ലില്ലുജ്, ലുജ്ജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ തിരമാലയാണ്. തിരമാലയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അയാൾ ഇങ്ങനെ മുണ്ടൊക്കെ മടക്കി കുത്തിയിരിക്കുകയാണ്, അല്ലേ, ഡ്രസ്സൊക്കെ കയറ്റി വെച്ചിരിക്കുകയാണ്. അൻ സാഖിഹി, അയാളുടെ സാക്ക് വരെ, മുട്ടുംകാല് വരെ, അങ്ങനെ അയാൾ ഒരുങ്ങുകയാണ്. വയഗ്മുറുഹുൽ മൗജു ഫിസ് സാഹിലി, അങ്ങനെയുള്ള ആളെ തിരമാല മുക്കിക്കളഞ്ഞു, തിരമാല അവനെ മുക്കിക്കളഞ്ഞു എന്നാണ് അതിന് ശേഷം പറയുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ യുഷമ്മിറു യഗ്മുറു രണ്ടും ഒരു ഖബരിയായ ജുംലയാണ്. ഈ ഖബരിയായ ജുംലയിൽ തനാസുബുൻ താമ് കാണാൻ പറ്റുന്നുണ്ട്, അല്ലേ, പൂർണ്ണമായ യോജിപ്പ് കാണാൻ പറ്റുന്നുണ്ട്. തനാസുബുൻ താമുൻ കാണാൻ പറ്റുന്നുണ്ട്. എന്താ തനാസുബുൻ താമ്? അവന് കടലിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് മുണ്ട് മടക്കുത്തി, അവൻ്റെ മേൽ തിരമാല വെള്ളം നിറച്ചു, വെള്ളം മൂടിക്കളഞ്ഞു. ഈ തനാസുബുൻ താമുണ്ടാകുന്ന സന്ദർഭത്തിൽ നമ്മൾ വാവ് ചേർത്ത് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇന്നൽ അബ്റാറ ലഫീ നഈം വ ഇന്നൽ ഫുജാറ ലഫീ ജഹീം. ഇവിടെ തനാസുബുൻ താമുള്ളത് കൊണ്ട് അവിടെ വാവ് ചേർത്ത് പറയും. വാവ് ചേർക്കാതിരിക്കാനുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ വാവ് ചേർക്കാൻ പാടില്ല. ഉദാഹരണത്തിന് ആദ്യത്തതിൻ്റെ തഅ്കീദായിട്ടാണോ പറയുന്നത്, ആദ്യത്തതിൻ്റെ ബയാനായിട്ടാണോ പറയുന്നത്, അങ്ങനെ ആകുമ്പോൾ വാവ് ചേർക്കാൻ പാടില്ല. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഇവിടെ രണ്ട് സ്വതന്ത്രമായ സെൻറ്റൻസുകൾ പറയുന്നു, അത് രണ്ടും പരസ്പരം പൂരിതവുമാണ്. അങ്ങനെയാകുമ്പോൾ വാവ് ചേർത്ത് പറയണം. അടുത്ത നോക്കൂ. വഅദിനി ഇലൽ ഖുർബൽ മുഖറബ നഫ്സഹു വലാ തുശ്ഹിദി ശൂറം റഅൻ ഗൈറ കാത്തിമിൻ. വഅദിനി ഇലൽ ഖുർബ അൽ മുഖറബ നഫ്സഹു, നാലാമത്തത്.
നാലാമത്തത് യഖൂലു ഖുറുബ് ഖരിബ് മൻ യഖ്തരിബുക മൻ യഖ്തരിബു ഇലൈക ബിഅഖ്ലിഹി വകമാലിഹി വലാ തസ്തശിർ അമാമ മൻ ലാ യക്തുമു അൽ അസ്റാർ. അപ്പോൾ രണ്ട് നിർദ്ദേശങ്ങൾ, സ്വതന്ത്രമായ രണ്ട് നിർദ്ദേശങ്ങളാണ് ബഷാർ നൽകുന്നത്. എന്തൊക്കെയാണ് നിർദ്ദേശം? ഒന്ന്, ഇത് അമ്രിലാണ് തുടങ്ങുന്നത്, അപ്പോൾ ഇത് ഇൻഷ ആണ്. രണ്ടാമത്തെ ജുംലത്ത് നഹിയിലാണ് തുടങ്ങുന്നത്, അതും ഇൻഷ ആണ്. അപ്പോൾ രണ്ടും ഇൻഷ ആണ് ജുംലകൾ. ഈ രണ്ട് ഇൻഷായിയായ ജുംലകളെയും പരസ്പരം ചേർത്ത് വെച്ച് പറഞ്ഞിരിക്കുന്നു. ഒന്നാമത്തെ ജുംലയെ പറയുന്നത് അടുപ്പമുള്ളവരെ നീ നിന്നിലേക്ക് അടുപ്പിച്ച് നിർത്തണം, അല്ലേ? കുടുംബക്കാരെ നിന്നിലേക്ക് അടുപ്പിച്ച് നിർത്തണം. പിന്നെയോ രഹസ്യം സൂക്ഷിക്കാൻ കഴിയാത്ത ആളുകളോട് നീ രഹസ്യം പറയരുത്, അല്ലെങ്കിൽ രഹസ്യ ചർച്ചകൾ നടത്തരുത്. ഇത് രണ്ടും സ്വതന്ത്രമായ സെൻറ്റൻസുകളാണ്. രണ്ടും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്, അല്ലേ? രണ്ടും സ്വതന്ത്രമായ രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. ഒന്നിൻ്റെ ഒരു തഅ്കീദ് എന്ന രൂപത്തിലല്ല, ഒന്നിൻ്റെ ഒരു ബയാൻ എന്ന രൂപത്തിലല്ല, ഒന്നിൻ്റെ ഒരു ബദൽ എന്ന രൂപത്തിലല്ല, മറിച്ച് തനാസുബുൻ താമാണ്, പൂർണ്ണമായ യോജിപ്പോടുകൂടെ രണ്ട് ഇൻഷായിയായ സെൻറ്റൻസ് പറഞ്ഞു. ഇത്തരം സന്ദർഭങ്ങളിൽ എന്ത് വേണം? വാവ് ചേർത്ത് പറയണം. ഏതുപോലെ? വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്ത് എന്ന് ഖുർആനിൽ പറഞ്ഞതുപോലെ. ഇനി അടുത്ത നോക്ക്, ലാ വബാറകല്ലാഹു ഫീക്. അവിടെ തുജീബു ബിദാലിക മൻ ഖാല ഹൽ ലക ഹാജത്തുൻ ഉസാഇദുക ഖലാഅഹ. നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഞാൻ ചെയ്യണോ എന്നൊരാൾ ചോദിക്കുമ്പോൾ മറുപടി പറയാണ് ലാ വബാറകല്ലാഹു ഫീക്. അവിടെ വാവ് വെച്ചില്ലെങ്കിൽ അർത്ഥം ഓപ്പോസിറ്റ് ആവും. ശരിക്കും വാവ് വെക്കേണ്ട ആവശ്യമില്ല, നമ്മൾ പഠിച്ച നിയമപ്രകാരം വാവ് വെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അർത്ഥം ഓപ്പോസിറ്റ് ആകുന്നത് കൊണ്ടാണ് ഇവിടെ വാവ് വെക്കുന്നത്, അല്ലേ? ലാ ബാറക് അല്ലാഹു ഫീക്ക എന്നാണ് അള്ളാഹു നിനക്ക് ബറക്കത്ത് ചെയ്യാതിരിക്കട്ടെ എന്നായി ഇപ്പോൾ അർത്ഥം. അതുകൊണ്ട് ലാ വ ബാറക് അല്ലാഹു ഫീക്ക എന്ന് വാവ് വെച്ച് പറയുന്നു. എന്തിനാ വാവ് വെച്ചത്? അവിടെ വാവ് വെച്ചത് അർത്ഥം ഓപ്പോസിറ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിയമപ്രകാരം വാവ് വെക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഒരു നിയമമാണ് ഇവിടെ ബാധകമാവുന്നത്. എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ നിയമം? പൂർണ്ണമായിട്ടുള്ള വിയോജിപ്പ്, അല്ലേ? തബായുനുൻ താമുൻ കമാലുൽ ഇൻകിതാം. ഇവിടെ നോക്കൂ, ലാ എന്ന് പറഞ്ഞാൽ അവിടെ ലാ അഹ്താജു ഇലാ മുസാഅദത്തിക്ക് എന്നർത്ഥം. എനിക്ക് നിൻ്റെ സഹായം ആവശ്യമില്ല. അതൊരു ഖബരിയായ ജുംലയാണ്. അതിനുശേഷം ഇൻഷായിയായ ജുംല പറയുന്നു, ഒരു പ്രാർത്ഥന, ദുആ, ബറക്കല്ലാഹു ഫീക്ക്, അള്ളാഹു നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനാ വചനം പറയുന്നു. അത് ഇൻഷായിയാണ്. അപ്പം ഇങ്ങനെ ഖബരിയായിട്ടും ഇൻഷായിയായിട്ടും വരുമ്പം തബായുനുൻ താമാവുമ്പം അവിടെ വാവ് ചേർക്കാൻ പാടില്ല എന്നാണ് നിയമം. പക്ഷേ ഇവിടെ ചേർക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അർത്ഥം ഓപ്പോസിറ്റായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അടുത്ത നോക്ക്, ലാ വ ലത്തഫല്ലാഹു ബിഹി, അള്ളാഹു നിനക്ക് ലത്തീഫ്, എന്താ പറയുക, നിർമ്മലമായിട്ട് പെരുമാറട്ടെ, അല്ലെങ്കിൽ അള്ളാഹു നിനക്ക് കാരുണ്യം ചെയ്യട്ടെ എന്നർത്ഥം. ആ ചോദിക്കുന്ന ഒരാളോട് എന്താ ചോദിക്കുന്നത്? ഹൽ അബല്ല അഹൂക മിൻ ഇല്ലത്തിഹി. അബല്ല മാനാഹു ഷഫ. ഹൽ ഷഫ അഹൂക മിൻ ഇല്ലത്തിഹി. നിൻ്റെ സുഹൃത്ത്, നിൻ്റെ സഹോദരൻ രോഗത്തിൽ നിന്നും സുഖപ്രദമായോ? ഹൽ ഷുഫിയ അഹൂക മിൻ ഇല്ലത്തിഹി. അതിൻ്റെ മറുപടിയാണ് ലാ വലത്തഫല്ലാഹു ബിഹി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെയും വാവ് ചേർത്തത് അർത്ഥം ഓപ്പോസിറ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 3 സന്ദർഭങ്ങളിലാണ് വാവ് ചേർത്ത് പറയൽ നിർബന്ധം. ഒന്നാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് അൽ ഇഷ്റാഖു ഫിൽ ഹുക്കുമി, ഹുക്കുമിൽ ഇഷ്റാഖ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദഹബ ഖാലിദുൻ വ സെയ്ദുൻ എന്നൊക്കെ പറയുന്നത്, അല്ലേ? ദഹബ ഖാലിദുൻ വ ജാ സെയ്ദുൻ എന്നൊക്കെ പറയുന്ന പോലെ. രണ്ടാമത്തത് ഇദത്തഫഖ ഖബറൻ ഔ ഇൻഷാൻ കാനത്ത് ബൈനഹുമ മുനാസബത്തുൻ താമ്മത്തുൻ, അല്ലേ? ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ. അവിടെ രണ്ടും ഖബറാണ്, അല്ലേ? ഇയ്യാക നഅബുദു ഖബറാണ്, ഇയ്യാക നസ്തഈൻ ഖബറാണ്. രണ്ടും തമ്മിൽ മുനാസബത്തുൻ താമ്മത്തുണ്ട്. എന്താ മുനാസബത്തുൻ താമ്മത്ത്? ആദ്യത്തത് ഇസ്തിആനത്ത് അള്ളാഹുവിന് മാത്രമെന്ന് പറയുന്നു, മറ്റൊന്നിൽ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമെന്ന് പറയുന്നു. വലം യക്കുൻ ഹുനാക സബബുൻ യഖ്തലി അൽ ഫസ്ല ബൈനഹുമ. അത് രണ്ടും തമ്മിൽ ഫസ്ൽ ചെയ്യാനുള്ള കാരണം ഒന്നുമില്ല. എന്താ കാരണങ്ങൾ? തഅ്കീദായിട്ട് വരിക, അങ്ങനെ വന്നിട്ടില്ല. ബദലായിട്ട് വരിക, അങ്ങനെ വന്നിട്ടില്ല. ബയാനായിട്ട് വരിക, അങ്ങനെയൊന്നും വന്നിട്ടില്ല. മൂന്നാമത്തത് ഇപ്പോൾ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. ഇവിടെ എന്തുകൊണ്ട് വാവില്ല? കാരണം എന്താ വെച്ചാൽ
സിറാത്തുല്ലദീന അൻഅംത അലൈഹിം എന്നുള്ളതിൻ്റെ ഒരു ഷറഹാണ്, ഒരു ബയാനാണ്. പിന്നെ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നുള്ളതിൻ്റെ ഒരു ബയാനാണ് സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. ഞങ്ങളെ നേരായ മാർഗത്തിലേക്ക് നയിക്കണമേ. ആ നേരായ മാർഗം എന്താണ്? അതിൻ്റെ ബയാനാണ് അടുത്തായിട്ട് പറയുന്നത്. നീ അനുഗ്രഹിച്ചവരുടെ മാർഗം. ആ അർത്ഥത്തിൽ വരുമ്പം അവിടെ വാവ് ചേർക്കാൻ പാടില്ല. എന്നാൽ പിന്നെ അങ്ങനെ ഒരു രൂപത്തിലല്ല, സ്വതന്ത്രമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ അവിടെ വാവ് ചേർത്ത് തന്നെ പറയണം. മൂന്നാമത്തെ സന്ദർഭം ഇത് അഖ്തലഫത ഖബറം വ ഇൻഷാൻ. ഒന്ന് ഖബർ, മറ്റൊന്ന് ഇൻഷാ. ആദ്യത്തെ ജുംല ഖബർ, രണ്ടാമത്തെ ജുംല ഇൻഷാ. അല്ലെ നേരെ ഓപ്പോസിറ്റ്. ആദ്യത്തെ ജുംല ഇൻഷാ, രണ്ടാമത്തെ ജുംല ഖബർ. ആ രൂപത്തിൽ വരുമ്പം വൗഹമൽ ഫസ്ലു ഖിലാഫൽ മഖ്സൂദി. ഫസ്ല് ചെയ്താൽ ഔഹമൽ ഫസ്ല് ചെയ്താൽ തോന്നിപ്പോകും ഖിലാഫൽ മഖ്സൂദ്, ഉദ്ദേശിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അർത്ഥമാണെന്ന് തോന്നിപ്പോകും. അത്തരം സന്ദർഭങ്ങളിൽ ഫസ്ല് ചെയ്യാതെ വസ്ല് ചെയ്ത് പറയണം. ഉദാഹരണത്തിന് ല പിന്നെ അഷ്കുറുക്ക്, അല്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെയൊക്കെ പറയില്ലേ പ്രാർത്ഥനാ രൂപത്തിൽ, പിന്നെ ല ഷഫാക്കല്ല, അങ്ങനെയൊക്കെ പറയുന്നത്. അതാണ് അത്തരം പ്രയോഗങ്ങളുടെ ഉദാഹരണമായിട്ട് പറയുന്നത്. ല ജസാക്കല്ല എന്നൊക്കെ പറയുന്ന പോലെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.